അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നെന്താ മുട്ട പൊട്ടിക്കുന്നതൊക്കെ കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. ഞാൻ നോർമലി ഒരു കേക്കിന്റെ റെസിപ്പി വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത്. ഈ ഒരു കേക്കിന് വേണ്ടി ഇപ്പോൾ ഇത് ഞാൻ ഓൾറെഡി 30 മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബാക്കി ഇത്രയും മുട്ട യൂസ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ബാക്കി ലാസ്റ്റ് ഒരു ബാച്ച് ആയിരുന്നു. അപ്പോൾ ഇതുവരെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ഈ 30 മുട്ട വാങ്ങിച്ചതിനകത്ത് ഒരു 1-2 മുട്ടയ്ക്ക് മാത്രമാണ് ഒരു എഗ് യോക്ക് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ മുട്ടയ്ക്ക് 2 എഗ് യോക്ക് വെച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് എഗ് നമ്മൾ എടുക്കുന്നതിന്റെ അളവ് കുറച്ചിട്ടാണ് കേക്കിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ആദ്യം എഗ് വാങ്ങിച്ചിട്ട് വന്ന് ഫസ്റ്റ് ബാച്ച് എടുത്തപ്പോൾ ആദ്യത്തെ മുട്ട എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നോർമലി അങ്ങനെയൊക്കെ 2 എഗ് യോക്ക് വരുമല്ലോ. ഇതിപ്പോ ഓരോന്ന് പൊട്ടിച്ചൊഴിക്കുന്നവരും എല്ലാത്തിനും അങ്ങനെ 2 എഗ് യോക്ക് വന്നപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ എടുക്കാന്ന് മുട്ട തീരുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ബാച്ച് എഗ് എടുത്തപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു 30 എഗ് വാങ്ങിച്ചതിനകത്ത് ഒരു 2-3 എഗ് ഒഴിച്ചു ബാക്കി എല്ലാം 2 എഗ് യോക്ക് എന്ന് പറയുമ്പോൾ അതൊരു അതിശയം തന്നെയല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുക്കാന്ന്. അങ്ങനെ നമ്മൾ 2 kg ബാറ്ററാണ് ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. ഒരു 5 ലിറ്ററിന്റെ സ്റ്റാൻഡ് മിക്സർ ആണ്. അപ്പൊ ഇതിനകത്ത് ഏകദേശം ഒരു 2.5 kg ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിവിടെ 2 kg ആണ് ചെയ്തേക്കുന്നത്. 8 ഇഞ്ചിന്റെയും 2 7 ഇഞ്ചിന്റെയും ടിന്നിലായിട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോൾ കേക്ക് ചെയ്താലും കേക്കിന്റെ ബാറ്ററിന്റെ വെയിറ്റ് ഇതേപോലെ നോക്കിയിട്ടാണ് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കേക്കിന്റെ വെയിറ്റിനെ കുറിച്ച് ഒരു ധാരണ കാണും. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എല്ലാ കേക്ക് ടിന്നിലും ഒരേപോലെ നമുക്ക് ബാറ്റർ ഡിവൈഡ് ചെയ്യാനും പറ്റും. അപ്പൊ ഈ ഒരു 1 kg കേക്ക് തന്നെ കുറച്ച് ഹൈറ്റ് വേണമെന്ന് പറയുന്നവർക്കാണ് ഈ 7 ഇഞ്ചിൽ ചെയ്യുന്നത്. കാരണം അതാകുമ്പോൾ നമുക്ക് 4 ലെയർ ആയിട്ട് കട്ട് ചെയ്ത് ഐസിങ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ഹൈറ്റ് വേണ്ടാന്ന് പറയുന്നവർക്ക് നമുക്ക് 8 ഇഞ്ചിലെ ആ ഒരു കേക്ക് 3 ലെയർ ആയിട്ട് കട്ട് ചെയ്ത് ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ 7 ഇഞ്ചിൽ ചെയ്ത കേക്ക് 4 ലെയർ ആയിട്ട് ഐസിങ് ചെയ്തെടുത്തത്. ഒരു പിങ്ക് തീം വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു റോസറ്റ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡിസൈനും പിന്നെ ഫോണ്ടന്റിൽ ഇതേപോലെ റൈറ്റിംഗ്സും കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടിട്ടാണ് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന കേക്ക് ഡിസൈൻ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് നോക്കി ആർക്കെങ്കിലും ഒക്കെ പ്രചോദനമായി എന്നറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ ഞാൻ ഇന്നലെ ഇട്ട 2 കേക്ക് ഡിസൈനും എന്റെ ഫ്രണ്ട് ജോസ്മി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ കേക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കട്ടെ. ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഡിസൈൻ ഒക്കെ കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ നല്ലൊരു കേക്ക് ഡെക്കറേറ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.